നിങ്ങൾ ടോയ്ലറ്റിൽ ഇതുപോലെ കഷ്ടപ്പെടാറുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഹായ്, ഞാൻ ഡോക്ടർ ജമീൽ സെയ്ഡ്, ഡോക്ടർ സെയ്ഡ് സോമിപ്പരി. ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ 3-4 ദിവസം കൂടുമ്പോൾ ബാത്റൂം പോകുന്ന പല ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇതൊന്നും പുറത്ത് പറയാൻ മടിയാണ് മിക്ക ആൾക്കാർക്കും. മലത്തിൻ്റെ കൂടെ ബ്ലഡിൻ്റെ അംശങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് വളരെ കട്ടിയായിട്ട് മലം പോകുന്നത്. ഇതൊക്കെ ശരിക്കും ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ അതിന് ശേഷം അത് പൈൽസ് ആവാൻ വരെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ ചിലപ്പം ഒരു ദശ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രക്തം കാണുന്നുണ്ടെങ്കിൽ അത് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് പുറത്ത് പറയാൻ ഭയങ്കര മടിയാണ്. എന്നാൽ ഈ പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള കുറേ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കുറേ ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇപ്പോഴത്തെ ഫൈബർ കണ്ടൻറ്റ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും, അതേപോലെ വാട്ടർ കണ്ടൻറ്റ് കുറവാണെങ്കിലും നമ്മുടെ ഫാസ്റ്റ് ഫുഡൊക്കെയാണ് ഈ തരങ്ങളുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചാൻസ് കൂട്ടുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസം കുടിച്ചു കഴിഞ്ഞാൽ കുറേ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ നമുക്ക് മിക്ക ആൾക്കാരും ഈ ടോയ്ലറ്റിലിരുന്നാണ് നമ്മൾ ചിന്ത വരുന്നത്, അല്ലെ കുറേ നേരം 1/4 മണിക്കൂർ നമ്മൾ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാലും ഈ പൈൽസ് പോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കുറയും. ഈ ആംല അല്ലെങ്കിൽ നെല്ലിക്ക പോലത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. അത് നല്ലൊരു ലാക്സേറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഫൈബർ റിച്ചുള്ള ഇലക്കറികളൊക്കെ നല്ലോണം കഴിക്കാൻ ശ്രമിക്കുക. പിന്നീട് നമ്മുടെ ഈ പൊരിച്ചത് കരിച്ചതും കുറച്ചിട്ട് നമ്മളെ കുറച്ചും കൂടെ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. മൈദ ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതേപോലെ ബാത്റൂമിൽ യൂറോപ്യൻ ക്ലോസറ്റിലാണെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു സ്റ്റൂള് വെച്ചിട്ട് ഒരു കാല് റൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലും ആ പൊസിഷനിൽ മലം പോകാൻ സഹായിക്കും. പിന്നെ രാവിലെ ഒരു ചൂട് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ചായയോ അല്ലെങ്കിൽ കോഫി കുടിച്ചാലും പല ആൾക്കാർക്കും ഇത് ലാക്സേറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ട് വയറ്റിൽ നിന്ന് പോകാൻ സഹായിക്കാറുണ്ട്. ഇപ്പോൾ എത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മോഷനൊക്കെ പ്രോപ്പർ ആവാൻ സാധ്യതയുണ്ട്. ഈ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഹെൽപ്ഫുൾ ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ.